വെള്ളാപ്പള്ളി ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച വർഗീയവാദി ആരാണ്? RSSന് വേണ്ടി പണിയെടുക്കുന്ന ആൾ ആണ് വെള്ളാപ്പള്ളി നടേശൻ. ഇത് പ്രത്യക്ഷ ഉദാഹരണമല്ല. അദ്ദേഹത്തിന്റെ മകൻ BDJS NDAയിൽ നിൽക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മുഴുവൻ RSSന് വേണ്ടിയാണ് വർത്തമാനം പറയുന്നത്. ആ നിലപാട് തന്നെയാണ്, അതിലെനിക്കൊരു മാറ്റമില്ല. അത് ഞാനെന്നല്ല, മഹാഭൂരിപക്ഷം പൊതുസമൂഹവും മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പാർട്ടി അംഗമാണ് ഞാൻ, പാർട്ടിക്കുള്ളിലാണ്, പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യകതയോ, ഞാൻ ഒരു തരത്തിലും ഈ 35 കൊല്ലമായിട്ട് ഈ പാർട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് എന്റെ സ്കൂൾ കാലം മുതൽ ഞാൻ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ വരുന്നത്. സ്കൂൾ കാലം മുതൽ ഞാൻ പാർട്ടിയിലാണ്. ഞാൻ അങ്ങനെ വലിയ ഒരു പ്രമാണിയൊന്നും അല്ലെങ്കിൽ പോലും ഒരു ഈയാമ്പാറ്റ മാത്രമാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് അത്തരത്തിൽ ഈ പാർട്ടിയുടെ ശക്തി EMSഉം VS ഒക്കെ ഉണ്ടാക്കിയ പാർട്ടിയാണിത്. അത് മാത്രമല്ല, ഇത് ഒരുപാട് ത്യാഗങ്ങളുടെ സഹിച്ച ആളുകളുടെ പാർട്ടിയാണ്. ആ പാർട്ടി ആണത്. ഇത് ഞാൻ മുന്നേ എന്നുള്ളതല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമില്ല. പാർട്ടി എപ്പോഴും സംഘടനാ ലൈനിൽ എപ്പോഴും പാർട്ടിയുടെ ഘടകം കൂടും, ചർച്ച ചെയ്യും. ആ ചർച്ചയെ തുടർന്ന് പാർട്ടി ആരെങ്കിലും പാർട്ടി അംഗങ്ങൾ അങ്ങനെ ഇന്നലെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ എന്റെ ഘടകം ഉണ്ടായിരുന്നു. എന്റെ ഘടകത്തിൽ ചർച്ചകൾ നടന്നു. ദേശീയവും സാർവദേശീയവും സംസ്ഥാന രാഷ്ട്രീയവും അടക്കം ചർച്ച ചെയ്തു. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഞാൻ ചാനൽ ചർച്ചകളിൽ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി ലൈനല്ല, പാർട്ടി ലൈനിനൊപ്പം ചർച്ചയിൽ പങ്കെടുക്കണം എന്നൊരു നിർദ്ദേശം പൊതുവിൽ ഘടകത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു. ആ നിർദ്ദേശമാണ് ഉള്ളത്. അല്ലാതെ താക്കീതിൽ നിന്നൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അവരുടെ ഭാവനയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അല്ല, അത് റജി ലൂക്കോസ് പോകുന്നത് റജി ലൂക്കോസിന്റെ രാഷ്ട്രീയം, എന്റെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്. ഞാൻ റജി ലൂക്കോസ് ഇപ്പൊ BJP പോവുക എന്ന് പറയുന്നത് പോലെ ആപത്കരമായി ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ ശരിയല്ല എന്ന് പറഞ്ഞ് പോവുക എന്നുള്ളതല്ല എന്റെ ചിന്തകൾ. ഇത് പാർട്ടി ശരിയായ രീതിയിലേക്ക് പോകണം, ശരിയായ ദിശയിലേക്ക് പാർട്ടി പോകണം. ആ രീതിയിലാണ് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് എന്റെ വേദിയിൽ പറയേണ്ടതാണെന്നുള്ളതാണ്. അതായത് എന്റെ ഘടകത്തിൽ പറയേണ്ടതിന് പകരം ഞാൻ ചാനൽ ചർച്ചകളിലായി പോയത് കൊണ്ട് അത്തരം ഒരു നിലപാടിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയതിനെ സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച് പാർട്ടിയുടെ കേന്ദ്ര ലൈൻ ഉണ്ട്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസുകളുണ്ട്. മാത്രമല്ല SNDP യോഗ നേതൃത്വത്തെ സംബന്ധിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഇതിന് വ്യതിയാനം വരുത്തി എന്നുള്ളതാണ്. ഞാൻ ചർച്ചയിലും ഞാൻ ഒരു തരത്തിലും സംഘടനാ വിരുദ്ധ പണി പറഞ്ഞില്ല. മറിച്ച് ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. നിശ്ചയമായി ഞാൻ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു മാറ്റമില്ല. എന്റെ അഭിപ്രായങ്ങൾ അതിപ്പോ പൊതുമധ്യത്തിലുണ്ടല്ലോ, ഞാനത് മാറ്റി പറയേണ്ട സാഹചര്യമൊന്നുമില്ല. മതനിരപേക്ഷമാണല്ലോ വെള്ളാപ്പള്ളി. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച വർഗീയവാദി ആരാണ്? RSSന് വേണ്ടി പണിയെടുക്കുന്ന ആൾ ആണ് വെള്ളാപ്പള്ളി നടേശൻ. ഇത് പ്രത്യക്ഷ ഉദാഹരണമല്ല. അദ്ദേഹത്തിന്റെ മകൻ BDJS NDAയിൽ നിൽക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മുഴുവൻ RSSന് വേണ്ടിയാണ് വർത്തമാനം പറയുന്നത്. ആ നിലപാട് തന്നെയാണ്, അതിലെനിക്കൊരു മാറ്റമില്ല. അത് ഞാനെന്നല്ല, മഹാഭൂരിപക്ഷം പൊതുസമൂഹവും മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പാർട്ടി അംഗമാണ് ഞാൻ, പാർട്ടിക്കുള്ളിലാണ്, പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യകതയോ, ഞാൻ ഒരു തരത്തിലും ഈ 35 കൊല്ലമായിട്ട് ഈ പാർട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് എന്റെ സ്കൂൾ കാലം മുതൽ ഞാൻ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ വരുന്നത്. സ്കൂൾ കാലം മുതൽ ഞാൻ പാർട്ടിയിലാണ്. ഞാൻ അങ്ങനെ വലിയ ഒരു പ്രമാണിയൊന്നും അല്ലെങ്കിൽ പോലും ഒരു ഈയാമ്പാറ്റ മാത്രമാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് അത്തരത്തിൽ ഈ പാർട്ടിയുടെ ശക്തി EMSഉം VSഉം ഒക്കെ ഉണ്ടാക്കിയ പാർട്ടിയാണിത്. അത് മാത്രമല്ല, ഇത് ഒരുപാട് ത്യാഗങ്ങളുടെ സഹിച്ച ആളുകളുടെ പാർട്ടിയാണ്. ആ പാർട്ടി ആണത്. ഇത് ഞാൻ മുന്നേ എന്നുള്ളതല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്.